ശ്രീ സതീഷ് ഗോപി, ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളിയെ കാണാതായിരിക്കുന്നു. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ജോയിയെ ഇനി ജീവനോടെ കിട്ടില്ല. പക്ഷേ ജോയി എന്തിനാണോ ബലിയാടായത്, ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതൊരു ഐ ഓപ്പണറായി മാറുമോ? മാലിന്യം നീക്കം ചെയ്യാൻ ഇപ്പോൾ ഭഗീരഥ പ്രയത്നം നടത്തുന്നുണ്ട്. പക്ഷേ ആമയിഴഞ്ചാൻ തോടിൽ ഇനിയും മാലിന്യമല ഉയരാതിരിക്കാനുള്ള മുൻകരുതലുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ടതല്ലേ? തീർച്ചയായും ശ്രീ അനിൽ നമ്പ്യാർ, താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. നമ്മുടെ ആമയിഴഞ്ചാൻ തോടുകൾ കാലാകാലങ്ങളിൽ കൃത്യമായി ശുചീകരിച്ച് അതിലെ ചപ്പും ചവറും മാലിന്യങ്ങളും ഒക്കെ കോരി മാറ്റി അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താത്ത രീതിയിൽ അതിനെ പരിപാലിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ദുരന്തമുണ്ടാകില്ലായിരുന്നു. അപ്പോൾ ഒരു കാര്യം ചോദിക്കും, ജനത്തിന് ഇതിലൊരു പങ്കില്ലേ? യെസ്, ജനത്തിന് പങ്കുണ്ട്. പക്ഷേ ജനത്തിനെ ബോധവൽക്കരിക്കേണ്ട ജോലി ഇവിടുത്തെ സർക്കാരും അതുപോലെ നഗരസഭയിലെ ആൾക്കാരും നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരൊക്കെ ആ യത്നത്തിൽ പങ്കെടുക്കേണ്ടതാണ്. മാത്രമല്ല, ഇവിടെ കൊണ്ടുവന്ന് ചവറ് നിക്ഷേപിക്കാതിരിക്കാനുള്ള കാര്യങ്ങളും അവർ ചെയ്യേണ്ടതാണ്. ഈ പഴവങ്ങാടി തോട് മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ടുള്ള പ്രയാണം നടക്കുകയാണ്. ആ പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ എനിക്കതിൽ ആത്മവിശ്വാസം കുറവാണ്. കാരണം അതിനുള്ളിൽ ഓക്സിജൻ കണ്ടൻറ്റ് വളരെ കുറവാണ്. ആ ടണലിനുള്ളിൽ ഏകദേശം 140 മീറ്റർ നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ആ ടണലാണ്. പണ്ട് ഓപ്പറേഷൻ അനന്ത നടന്നപ്പോൾ ആ സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത ശ്രീ ബിജു പ്രഭാകർ സാർ, അദ്ദേഹത്തെ 17 വർഷം മുമ്പ് 2007 തോന്നുന്നു. അതെ ആ കാലഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ഇച്ഛാശക്തിയുള്ള ഒരാളായിരുന്നു ശ്രീ ബിജു പ്രഭാകർ സാർ. എനിക്ക് അദ്ദേഹത്തിനോട് എപ്പോഴും ആദരവും ബഹുമാനവും ഉണ്ട്. കാരണം കാര്യങ്ങൾ വളരെ വ്യക്തമായി വളരെ ചിട്ടയായി ചെയ്യാൻ നല്ല നേതൃത്വം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അന്ന് അദ്ദേഹം ഈ പറയുന്ന ഈ ടണൽ അതിനകത്തുള്ള മണ്ണും ചെളിയുമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നേരിട്ടവിടെ ഇറങ്ങിയ ആളാണ്. 700 ലോഡ് മണ്ണാണ് അതിനുള്ളിൽ നിന്ന് നീക്കം ചെയ്തത്. 700 ലോഡ് ചപ്പ്, ചവറ്, ചെളി, മണ്ണ് എല്ലാം കൂടെ ചേർത്തിട്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് കാലാകാലങ്ങളിൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും ഇത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഇതിനുള്ളിൽ 2.5 മീറ്റർ നീളവും 1.25 മീറ്റർ വീതിയും ഉള്ള 2 ഫൗണ്ടേഷൻ ഫുട്ടിംഗ് ഉണ്ട്. ഇത് ഇതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇത് റെയിൽവേയുടെ ഏതോ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പിന്നീട് ഫുട്ടിങ്ങാണ്. ഇത് ഓരോ 2 വർഷവും ഇതിനുള്ളിലിറങ്ങി ഇത് കൃത്യമായിട്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇത് വീണ്ടും അടയും. മാത്രമല്ല, പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും ഇതിനുള്ളിൽ വന്ന് നിൽക്കാത്ത തരത്തിൽ കമ്പിവേലി അല്ല വല വച്ച് ഇത് സെഗ്രിഗേറ്റ് ചെയ്യണം. ഈ പിന്നീട് പ്ലാസ്റ്റിക്കിനെയൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഇതിനകത്ത് പണ്ട് ഈ എൻ്റെ ചെറുപ്പകാലത്ത്, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഒരു 10-50 കൊല്ലം മുൻപ് എന്ന് വേണമെങ്കിൽ പറയാം, ആ സമയത്ത് ഈ പഴവങ്ങാടി തോടിൽ ആൾക്കാർ ഇറങ്ങി അവരുടെ കയ്യും കാലും മുഖവും കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ വെള്ളയമ്പലം വാട്ടർ വർക്സിൽ നിന്ന് സ്ലോ സാൻഡ് ഫിൽറ്ററും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും കഴുകി വൃത്തിയാക്കുന്ന വെള്ളം വന്നുകൊണ്ടിരുന്ന ഒരു കനാലാണ് പിന്നീട് ഈ പഴവങ്ങാടി തോട്. ഈ പഴവങ്ങാടി തോട് കാലാകാലങ്ങളിൽ കൃത്യമായി വൃത്തിയാക്കാറുണ്ടായിരുന്നു. പണ്ട് 1980 മുൻപ് നമുക്ക് പിന്നീട് കിഴക്കേക്കോട്ട ഭാഗങ്ങളിൽ വെള്ളം പൊങ്ങിയതായിട്ട് വലിയ രൂക്ഷമായ വെള്ളപ്പൊക്കവും നമ്മൾ അനുഭവപ്പെട്ടിട്ടില്ല. 80-ന് ശേഷം പിന്നെ പതുക്കെ ഈ തോട് അടഞ്ഞ് ഇതിൽ ചപ്പും ചവറും നികന്ന് ഇതിനുള്ളിലൂടെ കേബിളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വലിച്ച് ഇതിൻ്റെയൊക്കെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതിന് ശേഷം ഇത് ഓവർഫ്ലോ ആകുന്നുണ്ട്. ഓവർഫ്ലോ ആയി അവിടെ കംപ്ലീറ്റ് ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കും. അപ്പോൾ മനസ്സിലാക്കാനുള്ളത്, ഏറ്റവും വൃത്തികെട്ട വെള്ളം, അതായത് ഏറ്റവും മലിനമായ വെള്ളമാണ് പല കടകളിലും വീടുകളിലൊക്കെ കയറുന്നത്. അതിപ്പോഴും സംഭവിക്കുന്നു.
ഇപ്പം ഞാൻ അതിൻ്റെ ഒരു വിക്റ്റിമാണ്. ഞാൻ താമസിക്കുന്നത് ഗൗരീശപട്ടത്താണ്. ഗൗരീശപട്ടത്തിൻ്റെ പിന്നീട് കിഴക്ക് ഭാഗത്തൂടെ പട്ടം തോടൊഴുകുന്നു, പടിഞ്ഞാറ് ഭാഗത്തൂടെ ഉള്ളൂർ തോടൊഴുകുന്നു. കഴിഞ്ഞ നവംബറിലും ഒക്ടോബറിലും നവംബറിലും 2 പ്രാവശ്യം എൻ്റെ വീട്ടിനുള്ളിൽ വെള്ളം കയറി. 5 ലക്ഷം രൂപയോളം എനിക്ക് നഷ്ടം വന്നു. അത് കാരണം ഞാൻ വീട് 1 മീറ്റർ ഉയർത്തേണ്ടി വന്നു. അതിലെനിക്ക് ചിലവായ തുക എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ്. ആരെങ്കിലും നമുക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ഏജൻസി നമ്മളെ സഹായിക്കാൻ വരോ? ഒരു നേരം ഭക്ഷണം കഴിച്ചു എന്ന് പോലും ആരും ചോദിക്കില്ല. കണ്ണമ്മൂല പിന്നീട് ഈ ഗൗരീശപട്ടം ഭാഗത്ത് 200 വീടുകളിലാണ് വെള്ളം കയറിയത്. ഈ കയറുന്ന വെള്ളമെന്ന് പറഞ്ഞാൽ ആശുപത്രി മാലിന്യങ്ങളും സ്യുവേജ് മാലിന്യങ്ങളും ഒക്കെ ചേർന്ന് ഏറ്റവും മലിനമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വെള്ളമാണ് കയറുന്നത്. ഈ വെള്ളം കയറിക്കഴിഞ്ഞാൽ ആ വീട് വൃത്തിയാക്കുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പാവപ്പെട്ട എത്ര വയസ്സായ ആൾക്കാർ മാത്രമുള്ള വീടുകളിൽ അവരനുഭവിച്ച പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നഷ്ടമെന്ന് പറയുന്നത് ഞാൻ കണക്കാക്കിയത് ഏകദേശം 10 കോടി രൂപ ജനങ്ങൾക്കന്ന് നഷ്ടം വന്നു. ആരെങ്കിലും 5 പൈസ കോമ്പൻസേഷൻ കൊടുക്കുമോ? ഇല്ല. മറിച്ച് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കാലാകാലങ്ങളിൽ ഇത് കൃത്യമായി വൃത്തിയാക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരും അതിന് നേതൃത്വം കൊടുക്കേണ്ട രാഷ്ട്രീയ നേതൃത്വവും ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അവർക്ക് അതിന് ശ്രദ്ധ പതിപ്പിക്കാൻ സമയമില്ലാതെ അവർ ബാക്കിയുള്ള കാര്യങ്ങളിൽ മുഴുകുന്നു. മാത്രമല്ല കാലാകാലങ്ങൾ ഞാൻ ഈ പിന്നീട് നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വിവരാവകാശ നിയമം വഴി ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എഴുതി ചോദിച്ചു ഓരോ വർഷവും നിങ്ങൾ ചിലവാക്കിയ തുക എത്രയെന്ന്. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് മിക്കവാറും വർഷങ്ങളിൽ 1 കോടി 2 കോടി 3 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ടെന്നുള്ള ഉത്തരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ കരയിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ അവിടെ ഒരു വൃത്തിയാക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ഈ തുക എവിടെ പോകുന്നു? ഇന്ന് ഒരു മാധ്യമം പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ഈ തുക തോട്ടിലൂടെ ഒഴുകിപ്പോകുന്നു. വളരെ കറക്റ്റാണ്. ഇവിടെ പഴവങ്ങാടി തോടിൽ നമ്മളിനി എത്ര പറഞ്ഞിരുന്നാലും ശരി, രാഷ്ട്രീയ നേതൃത്വവും അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ട ഉദ്യോഗസ്ഥരും കൃത്യമായി അവരുടെ ജോലികൾ നിർവഹിക്കാത്തതിൻ്റെ ഒരു ഫലമാണ് 32 മണിക്കൂറായി ഒരു മനുഷ്യജീവൻ നമ്മുടെ മുന്നിൽ ഒരു ടണലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. വെറും 1500 രൂപയ്ക്ക് വേണ്ടി ഈ ഏറ്റവും മോശമായ വെള്ളത്തിൽ ഇറങ്ങി ജോലി ചെയ്യാൻ നിർബന്ധിതനായ ഒരാൾ, അയാളുടെ കുടുംബം കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയില്ലേ ഒരച്ചാൺ വയറിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം കാണിക്കുന്നത്. ഇത് അതേ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. മനുഷ്യജീവൻ ഒന്നായാലും 100 ആയിരുന്നാലും ഒരേ രീതിയിൽ വേണം സർക്കാർ കാണാൻ. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരാണ്. ആ സർക്കാർ, എനിക്കതിൽ വളരെ വിഷമമുണ്ട്. ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നമ്മുടെ നഗരസഭയിലെ തന്നെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് അവിടെ വന്ന് ഇത് റെയിൽവേ ആണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമില്ല, റെയിൽവേ ആണ് ഇത്തരത്തിൽ ഇത് സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു വാർത്ത ഞാൻ കണ്ടു. എന്ത് അപഹാസ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇതിനകത്ത് ആരെങ്കിലും ചവറ് നിക്ഷേപിച്ചാൽ അതിനെതിരെ നടപടി എടുക്കേണ്ട വകുപ്പ് അത് റെയിൽവേ അല്ല. ഇതിനകത്ത് ആരെങ്കിലും ചവർ നിക്ഷേപിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട വകുപ്പും റെയിൽവേ അല്ല. ഈ കാലാകാലങ്ങളിൽ ഇത് വൃത്തിയാക്കേണ്ട വകുപ്പും റെയിൽവേ അല്ല. അതിനെല്ലാം ബന്ധപ്പെട്ട വകുപ്പുകൾ നമുക്കുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ അത് ഉൾപ്പെടുന്നു. അതൊന്നും ചെയ്യാതെ ഒരു ജീവൻ ആ ജീവൻ ഉണ്ടോ, ആ ജീവനോടുകൂടി അയാൾ പുറത്തു വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ റെയിൽവേയുടെ ചുമലിൽ ഇത് വച്ച് കെട്ടി ഉത്തരവാദിത്വം ഒഴിവാക്കുന്നവരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? തീർച്ചയായും കാലാകാലങ്ങളിൽ ഇത് കൃത്യമായിട്ട് വൃത്തിയാക്കിയിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. മാത്രമല്ല ഇതിപ്പോൾ വളരെ രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, മുൻപും പഴവങ്ങാടി തോടിൽ ഫെൻസിങ് വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് കോടികൾ ചിലവാക്കിയിട്ടുണ്ട്. ഈ ഫെൻസിങ് വെച്ചപ്പോൾ വന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഇതിൻ്റെ മുകളിൽ കൂടെ എടുത്ത് എറിയുകയാണ്. അപ്പോഴും ചവറിനകത്ത് വീഴുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആൾക്കാരെ കുറ്റം പറയുന്നതിന് മുമ്പ് വളരെ എഫിഷ്യൻ്റായിട്ട് ഇവിടെ ചപ്പു ചവറുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ. ഒറ്റ കാര്യം കൂടി ഈ ഫെൻസിങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്,
ഇവിടെ കേരള സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്, അർബൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ തിരുവനന്തപുരം, കേരള. ഈ സ്ഥാപനം കുറേ പൈസ മുടക്കിയിട്ടുണ്ട്. അനേകം ക്യാമറകൾ ആമയിഴഞ്ചാൻ തോടിൻ്റെ വശത്ത് വെച്ച ചരിത്രം 2014 അന്ന് കെൽട്രോൺ 54 ലക്ഷം രൂപ ചെലവാക്കി 37 ക്യാമറകൾ സ്ഥാപിച്ചു. അതിൻ്റെ നിരീക്ഷണവും ഓപ്പറേഷനും കോണ്ടിനെൻ്റൽ എന്ന സ്ഥാപനത്തിന് ആയിരുന്നു. അതേത് രാഷ്ട്രീയക്കാരൻ്റെ ബിനാമി സ്ഥാപനമാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ 37 ക്യാമറയും സ്ഥാപിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഉപയോഗശൂന്യമായിട്ട് മാറി. ആമയിഴഞ്ചാൻ തോട് എന്നത് അഴിമതിക്ക് ചൂട്ടുപിടിക്കുന്ന, അതുപോലെ ഏതൊരു ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും പൊന്മുട്ടയിടുന്ന താറാവാണ്. വളരെ ശരിയാണ്, വളരെ ശരിയാണ്, 100% ശരിയാണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇവിടെ ചവറ ആൾക്കാർ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിക്ഷേപിക്കുന്നു? ഇവിടെ ഡ്രെയിനേജ് സുവേജ് ഇതിനകത്ത് തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വിടുന്നു? മറ്റ് സൗകര്യങ്ങൾ ഒരുക്കണം. വളരെ എഫിഷ്യൻ്റായിട്ട് ഇവിടെ തിരുവനന്തപുരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്ത കൊണ്ടാണ് ഈ മാലിന്യ നിക്ഷേപം ഇതിനകത്ത് വരുന്നത്. ആരാ അത് ചെയ്യേണ്ടത്? ഈ അപകടത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്നവരോ? നഗരത്തിൽ താമസിക്കുന്നവരെ ബോധവൽക്കരണം നടത്തണം, ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനൊപ്പം തന്നെ വളരെ എഫിഷ്യൻ്റായിട്ട് ഈ മാലിന്യ നീക്കം നടത്തണം. അതിൻ്റെ കൂടെ തന്നെ ബോധവൽക്കരണവും നടത്തണം. ഇതെല്ലാം ചെയ്യേണ്ടത് ആരാണ്? ജനങ്ങളാണോ? അതെ, ബന്ധപ്പെട്ട